ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി 3 തരം സൂപ്പാണ്. ചിക്കൻ വെച്ചിട്ടും മഷ്റൂം വെച്ചിട്ടും വെജ് വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം കേട്ടോ. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് 200 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കുക. ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് കഴുകിയെടുത്ത് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിട്ടുള്ള ചിക്കനാണ്. 200 ഗ്രാമോളം ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 വലിയ ക്യാരറ്റ് ഒന്ന് നീളത്തിൽ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ബോണായിട്ടുള്ള ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ഇതിലോട്ട് പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഗ്യാസ് ഒന്ന് ഓൺ ഉണ്ടായിന്, അതുകൊണ്ടാണ് ചൂടുവെള്ളമല്ല നോർമൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള. അതുപോലെ ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലോട്ട് 1 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 1 ക്യൂബ് ഒരു പാക്കറ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 3 വിസിലൊക്കെ വരുന്നവരെ വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവണം. അപ്പോൾ ഇത് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിലുള്ള ചിക്കൻ പീസ് നമുക്ക് മാറ്റാം. ചിക്കൻ പീസ് നമ്മൾ പിന്നീട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലുള്ള ക്യാരറ്റ് മാത്രം നമുക്ക് വേണ്ട. ബാക്കിയൊക്കെ ഈ ഒരു ചിക്കൻ സ്റ്റോക്കും അതുപോലെ വെളുത്തുള്ളി ഒക്കെ അതൊക്കെ കുഴപ്പമില്ല. ഈ ഒരു ക്യാരറ്റ് മാത്രമാണ് കേട്ടോ നമ്മൾ പിന്നീട് മാറ്റുന്ന. ചിക്കൻ നമ്മൾ മാറ്റിയിട്ട് പിന്നീട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ആദ്യം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ പീസ് കംപ്ലീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ തന്നെ കുറച്ച് നൂഡിൽസ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല ചൂടുണ്ട്, ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ടും ഉണ്ട്. ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് കുറച്ച് മതി നൂഡിൽസ്. ഇതുപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഈ ഒരു സ്റ്റോക്കിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് ഡിപ്പാക്കി കൊടുത്താൽ മതി. ഇതുപോലെ നല്ലോണം ഒന്ന് മുങ്ങിക്കിടക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ ഒരു സ്ട്രെയിനറിലിട്ടിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ തൽക്കാലം ഉള്ള ഒരു നൂഡിൽസ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല പൊടിഞ്ഞു പോവാത്ത നൂഡിൽസ് ആണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഇതിപ്പോൾ കുറച്ച് പൊടിഞ്ഞിട്ടൊക്കെ ഉള്ള നൂഡിൽസാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾ നല്ല വലിയ പീസ് ആയിട്ടുള്ള നൂഡിൽസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്ന പോലെയാണ്. ഈ ഒരു സ്റ്റോക്കിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ ആ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഷാലോ ഫ്രൈ വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല, ഷാലോ ഫ്രൈ തന്നെ ചെയ്തെടുത്താൽ മതി. കുറച്ച് കൂടുതൽ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് പൊടിഞ്ഞതാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ലോണം ക്രിസ്പി ആക്കി എടുക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇതിപ്പോൾ മാറ്റി വെക്കാം. നമുക്ക് പിന്നീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മാൻചോ സൂപ്പിൽ ഡെക്കറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തതും ഒരു 2-3 പച്ചമുളക് ഒന്ന് നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി പച്ചമുളക് ക്രഷ് ചെയ്തിട്ട് നല്ലോണം വെളുത്തുള്ളി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുമ്പോഴുള്ള ഫ്ലേവർ വേറെ തന്നെയാണ്. അപ്പോൾ മനസ്സിലായില്ലേ? 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിൾസാണ്. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1/4 കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം, അതുപോലെ ക്യാരറ്റ് 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാബേജും കൂടെ 1/4 കപ്പ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം, ക്യാബേജ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയും വേണം,
ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയും വേണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതിലോട്ട് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച ചിക്കനും അതുപോലെ ക്യാരറ്റ് മാത്രമാണ് ഇതിന്ന് മാറ്റിയെടുത്തിട്ടുള്ള, ബാക്കിയുള്ള സ്റ്റോക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് പറയാൻ നേരത്തെ വിട്ടുപോയി. 4.5 കപ്പ് വെള്ളമായിരുന്നു നമ്മൾ വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 4 കപ്പ് മുതൽ 4.5 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം. തിളക്കുന്നതിനിടയ്ക്ക് ഇതിലോട്ട് ഓരോ കാര്യം ചേർത്ത് കൊടുക്കാം. ആദ്യം 2 ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലും ഉപ്പുണ്ട്. നമ്മൾ ആദ്യം വേവിക്കുന്ന കൂട്ടത്തിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി എരിവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ മൊത്തത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലോണം തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് ഇനിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഈ ഒരു സമയത്ത്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് തിന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് തിന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് തിന്നായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്തോളും. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടിത് തിളക്കുമ്പോൾ നമുക്കിതിലോട്ട് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് പാകത്തിന് ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കോൺഫ്ലവർ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയത്, 1/4 കപ്പ് വെള്ളത്തിൽ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് പോരാ കേട്ടോ, അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക. 3 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുമില്ല. അപ്പോൾ കോൺഫ്ലവർ കലക്കിയത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഇത് ഒന്നും കൂടെ തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ സൂപ്പ് നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പ് തന്നെയാണ്. വെജിറ്റബിൾസും ചിക്കനും എല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചൂടോടെ സെർവ് ചെയ്യാം കേട്ടോ. ചൂടോടെ സെർവ് ചെയ്തിട്ട് മുകളിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നൂഡിൽസ് അതും കൂടെ കുറച്ച് മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ മാഞ്ചോ സൂപ്പാണ്. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് വെജിറ്റബിൾ മിക്സഡ് സൂപ്പാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറക്കാട്ടെ. ഈ ഒരു സമയത്തൊക്കെ മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് ആക്കുക. നിങ്ങൾക്ക് ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വെജിറ്റബിൾസൊക്കെ ചേർക്കാനുണ്ട്. അതിനു മുന്നേ ആദ്യം ചേർത്ത് കൊടുക്കുന്ന 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് വലിയ പച്ചമുളകാണെങ്കിൽ 1 ചേർത്താലും മതി, ചെറുതായതുകൊണ്ട് 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റി കൊടുക്കുക ആദ്യം. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പോളം ക്യാപ്സിക്കം, വേണമെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ 1/2 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 കപ്പോളം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാബേജും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഓണിയൻ ഈ ഒരു സമയത്തും ലീഫ് നമ്മൾ പിന്നീടും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിത് വഴറ്റുന്ന സമയത്ത് തന്നെ ഉപ്പും അതുപോലെ കുരുമുളക് പൊടി 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. മൊത്തത്തിലൊരു 2-3 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. നമ്മളാദ്യം ഈ ഒരു പച്ചക്കറി മാത്രമായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ മൊത്തത്തിലായിട്ടൊരു 3 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുക്കുക.
അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. 4 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ട് വെജിറ്റബിൾ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്ന. വെജിറ്റബിൾ സ്റ്റോക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന വീഡിയോ മുമ്പ് ചെയ്തതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് കോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇത്. അപ്പോൾ ഇത് 2-3 മിനിറ്റോളം നന്നായി തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് എന്തായാലും തിളപ്പിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. എന്നാലേ കംപ്ലീറ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 2 ടീസ്പൂണാണ് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി വേണ്ടത് ഇതിലോട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് 1/2 ടീസ്പൂണാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലോട്ട് ഈ ഒരു സമയത്ത് 1 ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ബട്ടർ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് 1 ടീസ്പൂണൊക്കെ മതിയാകും. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കോൺഫ്ലവർ കലക്കിയത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം, 2.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ. കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയത് ഇതും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം. എന്നിട്ടിത് തിളപ്പിച്ചെടുക്കുക. ഉപ്പൊക്കെ നോക്കാം കേട്ടോ പാകത്തിനുണ്ടോയെന്ന്. പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്തിട്ട് ഒന്നും കൂടെ തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഒരു മുട്ട ബീറ്റ് ചെയ്തിട്ടാണ് ചെറുതായിട്ടൊന്ന് തിന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പ് റെഡി ആയിട്ടുണ്ട്. മിക്സഡ് സൂപ്പ്. നിങ്ങൾക്ക് വെജിറ്റബിൾസ് മാത്രമായിട്ട് വേണമെങ്കിൽ മുട്ട ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന സൂപ്പാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മഷ്റൂം സൂപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ. മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാം കേട്ടോ. എന്നിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ചേർത്തിട്ട് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതിയാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള സവാളയുടെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം 200 ഗ്രാം മഷ്റൂമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മഷ്റൂമും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് മൈദ ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട. മൈദ ഇതേപോലെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മൈദ ഇതും കൂടെ ഒന്ന് നമ്മൾ റോസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതിൽ ബട്ടറിൻ്റെ അളവ് കുറച്ച് കുറവുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലോട്ട് 1 ടീസ്പൂണൊക്കെ ഈ ഒരു സമയത്ത് ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടറിൽ കിടന്നിട്ട് ഈ ഒരു മൈദ ഒന്ന് റോസ്റ്റായി വരുമ്പോൾ പറഞ്ഞൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതിലിപ്പോൾ ബട്ടറിൻ്റെ എണ്ണമയം ആ ഒരു അളവ് നല്ലോണം കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബട്ടർ കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതിലോട്ട് ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബട്ടറും ഈ ഒരു മൈദയും ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വൈറ്റ് സോസിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2.5 കപ്പ് വെള്ളം 1/2 ലിറ്റർ പാകത്തിനാകുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളം ചേർത്തിട്ട്. അപ്പോൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കുക പാകത്തിന്. പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നല്ലോണം തിളക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ക്രീം ചേർത്തിട്ട് ഇനി തിളപ്പിച്ചെടുക്കുന്നില്ല. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി അധികം തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു മഷ്റൂം ക്രീം സൂപ്പ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സൂപ്പും ഈ ഒരു സൂപ്പും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു സൂപ്പ് കഴിക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്